Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Okay. എല്ലാവരും ഫുഡ് കഴിച്ചോ? Yes, ma'am. Yes, miss. Okay. Okay, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ആരാ ചെയ്യുന്നേ? Jana, ma'am. Dear God, thank you for this new day. Help us to learn with open minds and kind heart. Bless our teachers, friends, and families. Guide us to do our best and treat others with respect. Amen. Okay. Then sign in. Good afternoon. I am Rashmi from Trivandrum. Once again, good afternoon to our loving teacher and all my friends. Today we are discussed about balanced portion of Unit 8 needs. In our human life, we have so many needs such as food, water, shelter, cloth, hygiene, and also need wealth. A healthy life can make a wealthy life. Let me tell you one motivation story. A man saw a butterfly struggling to emerge from its cocoon. He felt pity and used scissors to help it out. But the butterfly's wings are shriveled and it couldn't fly. The man learned that the struggle to break free is essential for development as it allows the butterfly's body to prepare for flight. This highlights the importance of facing challenging to grow stronger. So thanks to everyone for hearing me. Once again, I heartily welcome our Ashwati ma'am and all my students to today's class. Okay, thank you. Then thought of the day. Good afternoon, ma'am. Focus on career because at the end people don't see your heart, they see your success. അതായത് കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആളുകൾ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയമല്ല വിജയമാണ് എന്നതാണ്. ആക്ഷൻ സോങ് ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ആക്ഷൻ സോങ് ശാലിനിയാണോ ചെയ്തിട്ടുണ്ട്? എത്ര പേര് ചെയ്തിട്ടുണ്ട്? ആക്ഷൻ സോങ് അല്ല മാം, ഒരു നഴ്സറി ഗാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആക്ഷൻ സോങ് ഉണ്ട്. രശ്മി ആക്ഷൻ സോങ് ആണോ ചെയ്തിരിക്കുന്നത്? യെസ് മാം, മലയാളം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മലയാളത്തിൽ പിടിക്കാന്ന് വിചാരിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ, ചെയ്തോളൂ കേട്ടോ. നമുക്ക് ആക്ഷൻ സോങ് കേൾക്കാം. ഹായ് മാം. ഹായ്. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അത് ഒരു കുഴപ്പമില്ല, തെറ്റുകൾക്ക് സ്വാഭാവികമാണ്. ചെയ്തോളൂ. അമ്മുവിനുണ്ടൊരു കൂട്ടുകാരി, ആമിനയെന്നൊരു കൂട്ടുകാരി. അമ്മുവിനുണ്ടൊരു കൂട്ടുകാരി, ആമിനയെന്നൊരു കൂട്ടുകാരി. അമ്മുക്കുട്ടിയുടെ ആടിനെ മേയ്ക്കുവാൻ കൂടെ നടക്കുന്ന കൂട്ടുകാരി. അമ്മുക്കുട്ടിയുടെ ആടിനെ മേയ്ക്കുവാൻ കൂടെ നടക്കുന്ന കൂട്ടുകാരി. പോകും വഴിയിലെ ചക്കരമാവിൻ്റെ ചോട്ടിലായി കൂടിയിരിക്കുമവർ. പോകും വഴിയിലെ ചക്കരമാവിൻ്റെ ചോട്ടിലായി കൂടിയിരിക്കുമവർ. ചക്കര മാമ്പഴം ഒന്നിച്ചു തിന്നിട്ട് തേനൂറും പുഞ്ചിരി തൂകുമവർ. ചക്കര മാമ്പഴം ഒന്നിച്ചു തിന്നിട്ട് തേനൂറും പുഞ്ചിരി തൂകുമവർ. കൂട്ടുകാരൊക്കെയും ഓടിയെത്തും ഒന്നിച്ചു കൂടി കളിച്ചിടുവാൻ. കൂട്ടുകാരൊക്കെയും ഓടിയെത്തും
ഒന്നിച്ചുകൂടി കളിച്ചിടുവാൻ മണ്ണപ്പം ചുട്ടു കളിക്കുമവർ, കണ്ണാരം പൊത്തി കളിക്കുമവർ. മണ്ണപ്പം ചുട്ടു കളിക്കുമവർ, കണ്ണാരം പൊത്തി കളിക്കുമവർ. ചിൽ ചിൽ പാടുന്ന അണ്ണാറ കണ്ണന്റെ വാലിൽ പിടിച്ചു വലിക്കുമവർ. ചിൽ ചിൽ പാടുന്ന അണ്ണാറ കണ്ണന്റെ വാലിൽ പിടിച്ചു വലിക്കുമവർ. കൂട്ടിലിരിക്കുന്ന കുഞ്ഞിക്കുരുവിയെ താരാട്ടുപാടിയുറക്കുമവർ. കൂട്ടിലിരിക്കുന്ന കുഞ്ഞിക്കുരുവിയെ താരാട്ടുപാടിയുറക്കുമവർ. രാത്രിയിൽ കണ്ട കിനാക്കളെല്ലാം സത്യമായി തീരുകിലെന്തു രസം. രാത്രിയിൽ കണ്ട കിനാക്കളെല്ലാം സത്യമായി തീരുകിലെന്തു രസം. കൂട്ടുകാരെല്ലാവർക്കും ഉണ്ടാകട്ടെ എത്രയും നല്ലൊരു ബാല്യകാലം. കൂട്ടുകാരെല്ലാവർക്കും ഉണ്ടാകട്ടെ എത്രയും നല്ലൊരു ബാല്യകാലം. കൊറേ ഉണ്ട് കേട്ടോ, ഇടയ്ക്ക് കുറെ സമയം പോകുന്നോണ്ട് കുറച്ച് കട്ട് ചെയ്തിട്ടാ ലാസ്റ്റ് പാടിയേ. ഇനി അടുത്ത ക്ലാസ്സിൽ ഫുള്ള് പാടാം. ഒരു മലയാളം ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു ഫീൽ തോന്നി അല്ലേ? എല്ലാവർക്കും അങ്ങനെ തോന്നിയോ? നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. അപ്പൊ ഇനിയും ഇതുപോലുള്ള ഇത് ചെയ്തിട്ട് വരാം കേട്ടോ രശ്മി. തീർച്ചയായും. ഇനി അടുത്തത് ആരാണ് ചെയ്യാനുള്ളത്? ഞാൻ ചെയ്തോട്ടെ. ആ, ശാലിനി ചെയ്തോളൂ. കാണാമോ? ആ, കാണാം. Black kitten, brown kitten, white kitten, grey kitten, chasing all the rats, chasing all the rats. Big kitten, small kitten, fat kitten, thin kitten, drinking all the milk, drinking all the milk. Smart kitten, cute kitten, happy kitten, naughty kitten, stealing all the fish, stealing all the fish. Thank you. ഇത് വന്നിട്ട് വൈറ്റ് പേപ്പർ ആണ്. വൈറ്റ് പേപ്പറിൽ സർക്കിൾ കട്ട് ചെയ്തിട്ട് പിന്നെ ലെഗ് അങ്ങനെ പാർട്ട് സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് പിന്നെ ബാക്കിൽ കാർഡ്ബോർഡ് വെച്ചിട്ടാണല്ലേ ചെയ്തത്? കാർഡ്ബോർഡും വൈറ്റ് പേപ്പറും വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റേ വാട്ടർ കളർ വെച്ച് പെയിന്റ് ചെയ്തത്. വാട്ടർ കളർ വെച്ച് പെയിന്റ് ചെയ്തായിരുന്നു അല്ലേ? ചെയ്താണോ? ഒറ്റയ്ക്ക് ചെയ്താണോ? ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാ. ഞാൻ ഇൻസ്റ്റാഗ്രാം കണ്ടോണ്ടിരുന്നപ്പോ അതിൽ സിമ്പിൾ ആയിട്ട് അവർ കാണിച്ചത്, അപ്പൊ എളുപ്പമായതുകൊണ്ട് ചെയ്ത് നോക്കി. ഇത്രയും നല്ല രസമുണ്ട് കേട്ടോ. നല്ലതാണ്. താങ്ക് യു. ഇനിയും ചെയ്യാട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങള്. ഞാൻ പിക്ചർ വീലും നമ്പർ വീലും ഉണ്ടാക്കിയായിരുന്നു. പിക്ചർ വീൽ കാണിക്കട്ടെ? ഒന്ന് കാണിക്കൂ. നമ്പർ എന്ത് വെച്ചിട്ട് ചെയ്തേ? കാർഡ്ബോർഡ് വെച്ചിട്ട് തന്നെയാണല്ലോ ചെയ്തത്. പിന്നെ ചെറിയ സ്ക്രൂ ഉണ്ടല്ലോ, ആണിച്ചെറുത്, അത് വെച്ചിട്ട് കമ്മലിന്റെ ബേക്കിലത്തെ ഒരു ആണി റബ്ബർ അത് വെച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരു മിക്ക സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട് കാണിച്ചു കഴിഞ്ഞതിന് ശേഷം. നല്ല കാര്യം, പറയുന്നത് അനുസരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരും സമയത്തിനനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ആരാണ് ചെയ്തു? അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. അതിനൊരു സ്ക്രൂ കിട്ടാനുണ്ട്, അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ചെയ്തിട്ട് എടുത്ത് വെച്ചിരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണിക്കാം. എന്തോ റൈം ചെയ്യാനുണ്ടല്ലോ, പോയമോ എന്തോ പറയാനില്ലേ ദീപയ്ക്ക്? എന്താ മിസ്സേ? എന്തോ റൈം എന്തോ ചെയ്തെന്ന് പറഞ്ഞല്ലോ.
പോയമാണോ? ഒരു ചെറിയ ഒരു പാട്ട്. ആ ഓക്കെ. കുഞ്ഞിത്തത്ത പറന്നു വന്നു പൂമരത്തിൻ തുമ്പിലിരുന്നു, ചിരിച്ചാലേ പാടാം പോലെ കുട്ടികളെ കാണാൻ പോകും. ചെറിയാന ഓടി വന്നു തത്തയോടെ നടൻ പറഞ്ഞു, ഞാനും കൂടെ വരാം തത്തേ, പാട്ടുപാടി നമ്മൾ പൊയ്ക്കേ. അത്രേ ഉള്ളൂ. കുറെ ഉണ്ടായിരുന്നു, ഞാനിപ്പോ 6 ലൈനേ എഴുതി എടുത്തുള്ളൂ, എല്ലാവർക്കും ചൊല്ലണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ ഓക്കെ. ഞാനൊരു മലയാളം റൈം ചൊല്ലാം മാം. ആ ഓക്കെ. ONV കുറുപ്പ് സാറിന്റെയാണ്. എന്റെ മലയാളം എന്ന് പറഞ്ഞിട്ട്. എത്ര സുന്ദരം എന്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണ്ണ നൂൽ പോലെ. എത്ര സുന്ദരം എന്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു സ്വർണ്ണ നൂൽ പോലെ. മണ്ണിൽ വീണു കുരുത്ത നെൽമണി വിത്തുമുള പൊട്ടി, മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ. മണ്ണിൽ വീണു കുരുത്ത നെൽമണി വിത്തുമുള പൊട്ടി, മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ. ഇത്രേ ഉള്ളൂ മാം. കൊറേ ഉണ്ട്, മോന് പഠിപ്പിച്ചതാണ്. എല്ലാവരും നല്ല പാട്ടുകാരാണ്, എല്ലാവരും നന്നായിട്ട് തന്നെ പാടുന്നുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും അവതരിപ്പിക്കാനുണ്ടോ? ആരെങ്കിലും? രാജേശ്വരി. ചെറിയതാണ്. Elephant big big, rabbit small small small, giraffe tall tall tall, cat short short short. ഹസ്ബൻഡിന്റെ അച്ഛൻ മരിച്ചിട്ട് 7 ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇന്ന് ഓർത്തപ്പോ ഇവിടെ തിരക്കായിരുന്നേ ഫുള്ള്. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഇനി ആരെങ്കിലും ഉണ്ടോ? മാം, ഇന്ന് വേൾഡ് പോപ്പുലേഷൻ ഡേ അല്ലേ? അതെ അതെ. അതിന്റെ ചെറിയ സ്പീച്ച് പറഞ്ഞോട്ടെ? പറഞ്ഞു. Good afternoon, everyone. Today, I would like to speak a few lines on World Population Day. World Population Day is celebrated on 11th July every year. It is a day that reminds us of the challenges that are caused by the increasing population. More people mean more pressure on food, water, and the environment and other resources. If overpopulation exists, then it leads to poverty, pollution, and many health issues. We must spread awareness about this, in which we can talk about family planning and responsible living. As students, we must understand the value of a balanced population for better growth. Thank you. ഓക്കെ, അപ്പോ ഇന്ന് വേൾഡ് നന്നായിരുന്നു ശാലിനി. വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ് അല്ലെ? ജൂലൈ 11th. നമ്മുടെ ലോക ജനസംഖ്യ 800 കോടിയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ജനസംഖ്യ 146 കോടിയിലെത്തി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോ UN-യുടെ ഒരു പഠനം അനുസരിച്ച്, അവരുടെ ഒരു എന്താ പറയാ, അവരൊരു പഠനം നടത്തിയതനുബന്ധിച്ച് ചില കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചൈനയെ വിട്ടി നിൽക്കുകയാണ് അല്ലെ? ചൈനയേക്കാൾ കൂടുതൽ ജനസംഖ്യ നമ്മുടെ രാജ്യത്താണോ? ആണോ? അതെ അല്ലേ? ഓക്കെ. അപ്പോ എന്താ പറയാ, ചൈന 2020 ഒറ്റക്കുട്ടി നയം നടപ്പിലാക്കി. അതിനെ തുടർന്നാണ് അവരുടെ പോപ്പുലേഷൻ കൊടുന്നനെ തന്നെ റെഡ്യൂസ് ചെയ്തത്, കുറയാനായിട്ട് കാരണം. പിന്നെ ഒരു 2023 ആയപ്പോഴേക്കും വീണ്ടും ചൈന 3 കുട്ടി നയത്തിലേക്ക് വന്നു. പക്ഷെ ഇതുവരെ എന്താ പറയാ, നമ്മളെ വെട്ടിയിട്ടില്ല. അതായത് നമ്മളെക്കാളും കൂടുതലായിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ കുറച്ച് നാള് കഴിയുമ്പോൾ, UN-യുടെ ഒരു പഠനം അനുസരിച്ച് നമ്മൾ കുറച്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ ജനസംഖ്യ തീരെ താഴാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നവര്? കാരണം പ്രധാനമായിട്ടും പറഞ്ഞോളൂ രാജേശ്വരി, പറഞ്ഞോളൂ. ഇപ്പൊ എല്ലാവരും
ചെറിയ ഫാമിലി ആയിട്ട് നിന്നാണല്ലോ. അപ്പൊ എല്ലാവരും ഒരു കുട്ടി, എല്ലാവർക്കും ജോലിക്ക് പോകാം, അങ്ങനെ ഒരു ഇതിലൊക്കെ വരുമ്പോ കുട്ടിയിലെ എല്ലാവരും ഇതാക്കുവാണ്. അതുകൊണ്ടായിരിക്കും. അതായത് TFR റേറ്റ് എന്ന് പറഞ്ഞ റേറ്റ് ഉണ്ട്, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എന്താ പറയാ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ്. അതില് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് പെൺകുട്ടികള് പ്രത്യേകിച്ചും, അതായത് സ്ത്രീകളില് പെൺകുട്ടികൾ പ്രത്യേകിച്ചും എന്താ പറയാ കറക്റ്റ് ഒരു സമയത്ത് കല്യാണം കഴിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ശരിയല്ലേ? ഒരു വളരെ വൈകിയല്ലേ ഇപ്പൊ കല്യാണം കഴിക്കുന്നതൊക്കെ. അവരൊന്ന് സെറ്റിലായി ഇതില് സക്സസ്ഫുൾ ആയി അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഒരു കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു കല്യാണം കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് ചിലപ്പോ 30കളിലോ അല്ലെങ്കിൽ 35കളിലൊക്കെ ആയിരിക്കാം, അല്ലെ? അപ്പൊ ആ സമയത്ത് എന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, അല്ലെ? നമുക്ക് ഉണ്ടാകും ഇല്ലെന്നല്ല പറയുന്നത്, എന്നാലും ചാൻസ് പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ TFR റേറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ് ഉണ്ടാവുന്നത്. അപ്പൊ കുറച്ചു വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ജനസംഖ്യ ഇതിൽ നിന്നും കുറച്ചുകൂടി താഴോട്ട് പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ യുഎൻഒയുടെ പഠനമാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ലോക ജനസംഖ്യ 800 കോടിയാണ്. ഞങ്ങളിപ്പോ എനിക്കൊരു യൂട്രസിന് പ്രശ്നമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറയണത് 35 ഇയേഴ്സ് ആയപ്പോഴേക്കും പീരീഡ്സ് നിന്നിട്ട് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു എന്ന്. നമുക്ക് 50 ഒക്കെ അല്ലേ നമ്മുടെ പണ്ടത്തെ ജനറേഷനിലൊക്കെ 50, ഇപ്പൊ 40 ആയാലും ഇപ്പൊ 35-ല് പീരീഡ്സ് നിന്നു എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കണോന്ന് അവര്, ഒരു പെൺകുട്ടി. ഡോക്ടർ പറഞ്ഞതാണ് അത്. ഇപ്പോഴത്തെ ഇതിന്റെയാണ് നമ്മുടെ ബന്ധപ്പെട്ട കുറേയധികം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഹോർമോണിന്റെ പ്രശ്നം കുറെ വരുന്നുണ്ട് ഇപ്പൊ. കുറെ കുട്ടികളില്ലാണ്ട് ചികിത്സിച്ചിട്ടും ഉണ്ടാവാണ്ട് കുറെ ആൾക്കാര് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ. അപ്പൊ അതാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പോപ്പുലേഷനെ ബാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ PDF-ലേക്ക് നേരെ വരാം കേട്ടോ. ഞാൻ ഓരോരുത്തരെയായിട്ട് പേര് വിളിക്കും, അവര് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈസിയാണ്, സിമ്പിൾ ആണ്, അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ PDF-ൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? വായിക്കുമല്ലോ, എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ? സമയം തരാം കേട്ടോ വായിക്കാൻ. അപ്പൊ നമ്മള് നെക്സ്റ്റ് വൺ, എനിക്ക് തോന്നുന്നു ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ് പറഞ്ഞായിരുന്നു തോന്നണം, അല്ലേ? പറഞ്ഞിരുന്നോ? 4 എണ്ണം. ഹൈജീൻ ആണ് എടുക്കാനുള്ളത്, അല്ലേ? ഓക്കെ, ഹൈജീൻ ഒന്ന് റീഡ് ചെയ്യാം നിങ്ങള്. ഹൈജീൻ റീഡ് ചെയ്യുക കേട്ടോ. പേജ് നമ്പർ ഒന്ന് പറയാം. പേജ് നമ്പർ 68. 58. 68. ഓക്കെ, 68. 68. വായിച്ചല്ലേ? എന്താ മനസ്സിലായത്? Personal and environmental cleanliness and important contributes to good health. അത് പേഴ്സണലിലും വ്യക്തിപരമായും പരിസ്ഥിതി പരമായുമുള്ള നല്ല ആരോഗ്യത്തിന് ഇമ്പോർട്ടൻ്റ് എന്താ പറയുന്നത്, വ്യക്തിപരവും പരിസ്ഥിതിപരവുമായ നല്ല ഒരു ആരോഗ്യത്തിന് ഈ ഹൈജീൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഡിമാൻഡ്സ് പ്രോപ്പർ ടോയ്ലറ്റ്. ഏത് കുട്ടിയെ നമ്മൾ ശരിയായ ടോയ്ലറ്റ് പരിശീലനവും കണ്ണ്, ഐസ്, നോസ്, മൗത്ത്, ടീത്ത്, ഹെയർ,
ഈ ഒരു ശരീര അവയവങ്ങളുടെ നെയിൽസ് അങ്ങനെയുള്ള ബോഡി ഓർഗാൻസിന്റെ ഒക്കെ ഒരു ശരിയായ പരിചരണവും ഒക്കെ കുട്ടികൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ചിൽഡ്രൻ ഷുഡ് ബി ഗിവൺ ട്രെയിനിങ് ദെയർ ആനൽ ആൻഡ് ജെനിറ്റൽ ഏരിയാസും മലമൂത്ര വിസർജനം ചെയ്യുന്ന ആ ഏരിയാസ് എല്ലാം നന്നായിട്ട് സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് ദിവസവും ക്ലീൻ ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ ഒരു അഡ്വൈസ് നമ്മൾ അവർക്ക് കൊടുക്കണം. അവരെ നമ്മൾ അതെല്ലാം പരിശീലിപ്പിച്ച് എടുക്കണം. ഓരോ തവണയും ടോയ്ലറ്റിൽ പോയി കഴിയുമ്പോൾ ബാത്റൂമിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് കൈകൾ വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകാനൊക്കെയുള്ള പരിശീലനം നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പോ ഹൈജീൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ വ്യക്തി ശുചിത്വം നമ്മൾ നോക്കാറുണ്ട് അല്ലെ? എല്ലാവരും പേഴ്സണൽ ആയിട്ടുള്ള ഹൈജീൻ കീപ്പ് ചെയ്യുന്നവരാണോ? പേഴ്സണൽ ഹൈജീൻ കാത്ത് സൂക്ഷിക്കുന്നവരാണോ എല്ലാവരും തന്നെ? ഉണ്ടല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഹൈജീൻ ഉണ്ടാകുന്നതിന് വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഡെയിലി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറ്? ബ്രഷ് ചെയ്യും, കുളിക്കും. ഫുഡ് ആഫ്റ്റർ ആൻഡ് ബിഫോർ ഫുഡ് കഴിച്ചതിന് ശേഷം കൈകൾ നന്നായിട്ട് കഴുകുന്നുണ്ട്. അല്ലെ? അതൊക്കെ പേഴ്സണൽ ഹൈജീനിൽ വരുന്നതാണ് അല്ലെ? രാവിലെ വസ്ത്രം നീറ്റ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക. അപ്പോ രാവിലെ തന്നെ നമ്മൾ എണീറ്റപ്പോ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യും, അതിനുശേഷം നമ്മൾ കുളിക്കും. ഓക്കെ, കുളിച്ചതിന് ശേഷം എന്താണ് ഭക്ഷണം കഴിക്കുക അല്ലെ? ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് നമ്മള് ഇപ്പൊ ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ എന്താ പറയാ അതിന് മുമ്പായിട്ട് നമ്മളിപ്പോ കുളിച്ചു കഴിഞ്ഞിട്ടെന്നല്ല പറയുന്നത്. ഇപ്പൊ നമ്മൾ കുളിച്ചു കഴിഞ്ഞിട്ട് വരുവാണെങ്കിലും ചിലപ്പോ നമ്മള് കൈ നല്ല രീതിയിൽ ചിലപ്പോ ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല അല്ലെ? ഹാൻഡ് വാഷ് ചെയ്യുന്ന ടെക്നിക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ അറിയാലോ എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യണേന്നൊക്കെ. കൊറോണ സമയത്തൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ? എങ്ങനെയാണ് ഹാൻഡ് വാഷിംഗ് പ്രോസസ് എങ്ങനെയാണെന്ന്? വെറുതെ നമ്മള് കൈ സോപ്പിട്ട് കഴുകിയാൽ മതിയോ? ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതിയോ? ആണോ? അല്ല അല്ലെ? വിരലുകൾക്കിടയിലൂടെ ഫിംഗറുകൾക്കിടയിലൂടെ ആയിരിക്കണം നമ്മള് ഹാൻഡ് വാഷ് ചെയ്യേണ്ടത് അല്ലെ? കറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് അത് ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണെന്ന് ശരിക്കും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അതൊക്കെ അറിയാലോ എങ്ങനെയാണ് തന്നിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ടാണോ ചെയ്യുന്നേ? ആണല്ലേ? പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് പോയി വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ പുറത്ത് പോയി വരുന്ന സമയം ചിലപ്പോ ബസ്സിൽ ട്രാവൽ ചെയ്യാം. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഷോപ്പിലാണ് പോകുന്നതെങ്കിൽ നമ്മുടെ കൈ പല സ്ഥലത്തും എന്ത് ചെയ്യും? ചെന്ന് പിടിക്കും അല്ലേ? നമ്മുടെ കൈ എവിടെയെങ്കിലും ടച്ച് ചെയ്യില്ലേ? പൊടിയുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയാ ക്ലീൻഡ് അല്ലാത്ത സ്ഥലത്തോ ചിലപ്പോ നമ്മുടെ കൈ ടച്ച് ചെയ്യാറുണ്ട് അല്ലെ? അപ്പോ അതിനകത്തുള്ള രോഗമാണോ നമ്മുടെ കയ്യിൽ വന്ന് പതുങ്ങിയിരിക്കും, നമ്മൾ കാണില്ല. നമ്മൾ നോക്കുമ്പോ നല്ല ഭംഗിയുള്ള കൈ, പക്ഷെ അതിനകത്ത് എന്തുണ്ടാകും? പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയമാണെങ്കിൽ ഹോസ്പിറ്റലിലെ പല ഏരിയകളും എന്ന് പറഞ്ഞാല് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഏരിയകളാണ് അല്ലെ? വളരെയധികം രോഗകാരികൾ, ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള രോഗകാരികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു ഏരിയയാണ്. അപ്പൊ നമ്മൾ അവിടെ പല ഏരിയകളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ രോഗവുമായിട്ട് വരുന്ന ഒരാളെ നമ്മളൊന്ന് തൊടുമ്പോഴോ എന്ത് ചെയ്യാം? നമ്മുടെ കൈകളിലേക്ക് നേരെ ഇത്തരത്തിലുള്ള സൂക്ഷ്മജീവികൾ എന്ത് ചെയ്യാം? പിടിച്ചിരിക്കാം. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കയറി വന്നു. അപ്പൊ നമ്മള് തിരിച്ചു വരുന്നത് ചിലപ്പോൾ നമ്മുടെ സ്വന്തം വാഹനത്തിലാകാം, അല്ലെങ്കിൽ നമ്മളിപ്പോ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബസ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് പല ടൈപ്പ് ആളുകൾ കയറുന്നതാണ് അല്ലെ? നമുക്കറിയില്ല എത്രത്തോളം രോഗവുമായിട്ടാണ് അവർ കയറുന്നത്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾ ചിലപ്പോൾ ബസ്സിന്റെ സീറ്റിലുള്ള കമ്പിയിൽ പിടിക്കാം, അല്ലെങ്കിൽ നിൽക്കുന്ന കമ്പിയിൽ പിടിക്കാം. അപ്പോ ഇതുവഴി എന്ത് ചെയ്യാം? പലതരത്തിലുള്ള സൂക്ഷ്മാണുക്കള് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ തിരിച്ചു നമ്മൾ ചിലപ്പോൾ ഭയങ്കര വിശന്നിട്ടായിരിക്കും നമ്മൾ വരുന്നത് അല്ലെ? പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് കൈ കഴുകി വേഗം ഭക്ഷണം കഴിക്കുകയാണ് നമ്മൾ. അത് നല്ലൊരു രീതിയാണോ? പെട്ടെന്ന് കൈ കഴുകി ഒരു സോപ്പോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ സാനിറ്റൈസറോ
ഒരു കാര്യങ്ങൾ ഉപയോഗിക്കാതെ തന്നെ, നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ ഉപയോഗിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്, പെട്ടെന്ന് ഭക്ഷണം കഴിക്കുവാണ്. അപ്പൊ എന്താ സംഭവിക്കുക അവിടെ? എന്താ സംഭവിക്കുക? വെറുതെയാണ് കൈ കഴുകുന്നത്. അതായത് ആ നമ്മുടെ കയ്യിലുള്ള എന്താണോ ആ ഒരു ഓർഗാനിസം എന്താണോ അത് നമ്മുടെ ഉള്ളിലോട്ട് പോകും. മൈക്രോ ഓർഗാനിസം, ഏത് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഇതുമാവാം, നമ്മുടെ ഉള്ളിലോട്ട് പോകും, നമുക്ക് രോഗങ്ങൾ വരും. ഓക്കെ, അതായത് സാധാരണ കോമൺ ആയിട്ടുള്ള, അതായത് ഏതൊരു ഇതാണെങ്കിലും, അതായത് നമ്മൾക്ക് ഒരുവിധം നമ്മൾക്ക് രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഹാൻഡ് വാഷിംഗ് ടെക്നിക്കുകൾ സഹായിക്കും കേട്ടോ. ഇത് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്ന സൂക്ഷ്മജീവികൾ കാരണമാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അത് നമ്മൾ സ്വയമേ എന്താണ് അവയെ ഉള്ളിലോട്ട് കയറ്റി വിടുന്നതാണ്, നമ്മള് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് മൂലം, അല്ലെ? അപ്പൊ നന്നായിട്ട് കൈ കഴുകിയിട്ട് വേണം എന്ത് ചെയ്യാൻ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, പുറത്തോട്ട് പോയി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാല് നന്നായിട്ട് കൈ വാഷ് ചെയ്യാം. അത് സോപ്പ് ഉപയോഗിച്ചിട്ടാകാം, അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ടാകാം. നന്നായിട്ട് കൈ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ അതാണ് പേഴ്സണൽ ഹൈജീന്റെ ആദ്യത്തെ രീതിയിൽ വരുന്നത്. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പലതും പറയാം, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് രോഗങ്ങൾ ഇല്ലാതിരിക്കണം, അല്ലെ? അപ്പൊ രോഗങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് എന്ന് പറയുന്നത് ഹാൻഡ് വാഷിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും കൈ കഴുകിയിട്ട് തന്നെയാണല്ലോ ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. ആരും വെറുതെ കഴുകിയിട്ടൊന്നും ഭക്ഷണം കഴിക്കാറില്ലല്ലോ. ഇല്ല. സോപ്പ് ഉണ്ടെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് ചെയ്യാം. സോപ്പാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇത്. അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ പേഴ്സണൽ ഹൈജീൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ നോക്കാറുണ്ട്, നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്, അല്ലെ? കേരളീയര് പ്രത്യേകിച്ച്, അല്ലെ? എന്താ പറയാ, നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ നോക്കി കഴിഞ്ഞാല്, നമ്മളെയും ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? നമ്മൾ തന്നെയാണ് വൃത്തിക്കാരല്ലേ? ആ, രാവിലെ പോയാലും അങ്ങനെയാണ് ടീച്ചർ, നോട്ടിലായാലും എവിടെ പോയാലും നമ്മുടെ മറ്റുള്ളവരൊന്നും ചിലപ്പോ നമുക്ക് അറിയാലോ, നമ്മളൊക്കെ ധാരാളം തൊഴിലാളികളോട് പണിയെടുക്കുന്നുണ്ട്, അല്ലെ? അവരൊക്കെ ചിലപ്പോ ഡെയിലി കുളിച്ചെന്നോ അല്ലെങ്കിൽ അവരെ കണ്ടാൽ തന്നെ അറിയാം ഡ്രസ് ചിലപ്പോ ചേഞ്ച് ചെയ്യുന്നുണ്ടാവില്ല. നമ്മളങ്ങനെ ഞങ്ങളൊരിക്കൽ തിരുപ്പതിയിൽ പോയപ്പോഴേ അവിടെ അവിടുത്തെ ആൾക്കാരെ തോന്നുന്നുണ്ട്, അവര് ഒരു കപ്പില് വെളിച്ചാകുമ്പോ എനിക്ക് വന്ന് ഒരു കപ്പില് വെള്ളം എടുത്ത് ആകെ തെളിച്ചിട്ട് കുറച്ച് പൂവെടുത്ത് തലയിൽ വെച്ചിട്ട് അമ്പലത്തിലേക്ക് പോണു. നമ്മള് കുളിച്ച് നല്ല ഇതിലായിട്ട് പോകുമ്പോ അവര് ഒരു കപ്പ് കൊണ്ട് കാര്യം സാധിച്ചിട്ടാണ് അവർ അമ്പലത്തിലേക്ക് പോണത്. ഒരു പൂവും വെച്ച് പൊട്ടും വെച്ച് അവരുടെ കുളി കഴിഞ്ഞു. അതെ, നമ്മള് ഇങ്ങനെ ദൂരെയുള്ള അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ നമുക്ക് കാണാൻ പറ്റും, തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്നൊക്കെ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നോർത്തിൽ നിന്നൊക്കെ ആളുകളൊക്കെ ഉണ്ടാവും. അവർ ചിലപ്പോ കുളിച്ചിട്ട് പോലും ഉണ്ടാവില്ല, കുളിക്കാതെ ആയിരിക്കും ചിലപ്പോ നടയിൽ കയറി പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മളങ്ങനെയല്ല, അയ്യോ നമുക്ക് കുളിക്കണം, കുളിച്ചു കഴിഞ്ഞാലേ നമ്മൾ അമ്പലത്തിൽ കയറാൻ പാടുള്ളൂ. ആ ഒരു ഇത് പണ്ട് തുടങ്ങിയേ എന്താണ് നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ ചെന്നാലും എവിടെയാണെങ്കിലും കുളിച്ചു കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ, അല്ലെ? അപ്പൊ അത്രയും നന്നായിട്ട് നമ്മൾ വ്യക്തി ശുചിത്വം നോക്കുന്നവരാണ് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വൃത്തിയായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കും, നമ്മൾ നല്ല ഭംഗിയിലിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും നോക്കാറുണ്ട്, അല്ലെ? ഭംഗിയില്ലെങ്കിൽ കൂടി വൃത്തിയിലിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എൻവയൺമെന്റ് ക്ലീൻനെസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചുറ്റുപാടുകളെ ക്ലീൻ ചെയ്ത് വെക്കുക. നമ്മൾ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. വീടും അതുപോലെ തന്നെ ചുറ്റുപാട്, അതായത് ചുറ്റുമുള്ള ആ ഒരു മുറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മുറ്റമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ, അതൊക്കെ ഭയങ്കരമായിട്ട് ചപ്പ് ചവറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ പുറത്തുനിന്ന് ഒരാൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് മോശമാണ്, നമ്മളെ തന്നെയാണല്ലേ ബാധിക്കുക. അവരെന്താണ്, അവരവരുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, വീട് ശ്രദ്ധിക്കുന്നില്ല, എന്താണ് ഇവിടെ കിടക്കുന്നത് കാണുന്നത്, ആകെ അലങ്കോലമായിട്ടാണല്ലോ കിടക്കുന്നത്, അങ്ങനെയുള്ള ടോക്കുകളൊക്കെ വരാനായിട്ട് ഇടയുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളെ പോലെ തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം. ഓക്കെ, ഡെയിലി നമ്മൾ എന്ത് ചെയ്യും, നമ്മളെല്ലാവരും ചെയ്യാറുള്ള കാര്യമാണ്, അതിനകത്തൊന്നും ആരും പുറകോട്ടല്ല. ഡെയിലി നമ്മള് നമ്മുടെ വീട് അടിച്ച് വൃത്തിയാക്കാറുണ്ട്. അടിക്കുക മാത്രമല്ല, അല്ലെ? ചൂലുകൊണ്ട് അടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്, അല്ലെ? അതായത് വെള്ളം ഉപയോഗിച്ച് എന്ത് ചെയ്യാറുണ്ട്, തുടയ്ക്കാറുണ്ട് വീട്. അതുപോലെ തന്നെ മിറ്റമാണെങ്കിൽ മിറ്റുന്ന ചവറുകളൊക്കെ തൂത്ത് കളയാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ ചിലപ്പോ
കുറച്ച് ഇത് വന്നിട്ടുണ്ടാവാം, കാരണം മഴയൊക്കെയാണല്ലോ പെയ്യുന്നത്. അപ്പൊ മൊത്തം പറമ്പിലൊക്കെ മൊത്തം ചാറടിച്ച് കളയാനും നമുക്ക് പറ്റിയെന്ന് വരില്ല, മഴ പെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ. എന്നാലും നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ വ്യക്തി മാത്രമല്ല ക്ലീൻ ആയിട്ടിരിക്കേണ്ടത്, വ്യക്തി ജീവിക്കുന്ന ചുറ്റുപാടുകളും ക്ലീൻ ആയിട്ടിരിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പൊ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്ക് നമ്മളറിയാം, നമ്മൾ ചെറുപ്പത്തിലെ തുടങ്ങി പറഞ്ഞു കൊടുക്കുന്നതാണ്. രാവിലെ ഇരിക്കണം, ബ്രഷ് ചെയ്യണം, കുളിക്കണം, അങ്ങനെയുള്ള. പിന്നെ അതുപോലെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാല് എന്താ പറയാ, നന്നായിട്ട് കൈ കഴുകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എന്താണ് പരിസര ശുചിത്വം എന്ന് പറയും അല്ലെ. നമ്മുടെ എൻവയോൺമെന്റിനെ നല്ല ഹൈജീൻ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയും കൂടി കുഞ്ഞിന് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ നല്ലൊരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും സഹായിക്കുന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ വേറെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഭോപ്പാലിൽ പോയിരുന്നേ. അപ്പൊ നമ്മൾ കേൾക്കുമ്പോ വലിയ സിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞു, സിറ്റിയൊക്കെ വലുതാണ് കേട്ടാ. ചെന്നപ്പോ എന്റെ മിസ്സേ കാണണം, റോട്ടിലാണെച്ചെങ്കിൽ ഭോപ്പാൽ സെന്ററിലാണ് പറയണത് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് അവിടെയൊക്കെ നിറയെ തുപ്പിട്ടിരിക്കുക, നിറയെ. ഇവരിങ്ങനെ പാൻ പരകതൊക്കെ മുറുക്കിയിട്ടൊക്കെ തുപ്പില്ലേ, ഒക്കെ തുപ്പിട്ടിരിക്കുകയാണേ. അതുപോലെ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ മുക്കിലും മൂലയിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും വെള്ളം പിടിക്കണ പൈപ്പ്, മറ്റേ വാട്ടർ ഫിൽറ്റർ ഉണ്ടാവില്ലേ അവിടെ ഒക്കെ തുപ്പിട്ടിരിക്കുക. പിന്നെ ഈ ടീ ഷോപ്പില് ഈ ചായ കൊടുക്കുന്ന ആൾക്കാരില്ലേ, അവരിപ്പോ ഈ ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കണ്ടേ, അവരവിടെ നോക്കുമ്പോ അവരുടെ ഷർട്ട് വെള്ള കളറാണ്, അതിലെല്ലാം ചുമപ്പ കളറ്. ഈ എസ്കലേറ്ററിൽ വരെ അവർ തുപ്പിട്ടിരിക്കുക. എന്തും ഒരു മൂല നോക്കിയാലും ഒരു വൃത്തിയില്ല. ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ. ഒട്ടും നമ്മൾ അത്രയും വിചാരിച്ച് ചെല്ലുമ്പോഴേ കാണണം, അത്രയും നമുക്ക് പുറത്തൊന്നും ഇറങ്ങാന് ഇങ്ങനെ നമുക്ക് റോട്ടിൽ ചവിട്ടാനും നമുക്ക് തോന്നില്ല. ഒന്നാമത് മഴയായിരുന്നു, അവിടെയൊക്കെ സൈഡിലും റോട്ടിലും ഒക്കെ വൃത്തികേടായിട്ട്. എല്ലാരും എക്സ്പീരിയൻസ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അതെന്താ പറയണേ, അതിൽ കുഴപ്പമില്ല. അത് പറഞ്ഞപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ. മുമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളിവിടെ ചവറുകള് പ്ലാസ്റ്റിക്കുകളൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണെന്ന് പറയാം, ഇപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു തോത് കുറഞ്ഞു വരുവാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാലേ നമ്മുടെ ഹരിത കർമ്മസേന ചേച്ചിമാരായിരിക്കും, അവര് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നില്ലേ പ്ലാസ്റ്റിക്കുകളൊക്കെ കൊണ്ടുപോകുന്നത്. മുമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിക്കുമായിരുന്നു, അതുപോലെ തന്നെ തൊട്ടിലേക്ക് വലിച്ചെറിയുമായിരുന്നു, കുഴിച്ചിടുമായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുമൂലം പരിസ്ഥിതിക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള ദൂഷ്യ ഫലങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മൾ കത്തിച്ച് കളയുവാണെങ്കിൽ ചിലപ്പോൾ അത് ക്യാൻസർ പോലുള്ള കാർസിനോജൻസ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ പുഴയിലേക്കോ തോട്ടിലേക്കോ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് നദിക്ക് അല്ലെങ്കിൽ നമ്മൾ എവിടേക്കാണോ എറിയുന്നത്, പുഴയിലാണെങ്കിലും ആ ഒരു വെള്ളത്തിന് അതെന്താണ് നല്ലതല്ല. അതുപോലെ തന്നെ കുളിച്ചിട്ട് കഴിഞ്ഞാൽ മണ്ണിന് അത് ഡാമേജ് ഉണ്ടാക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു കാര്യം കുറച്ചു നാളായിട്ട് ഇപ്പൊ ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. ഇപ്പൊ കുറച്ചു നാളായി ഈ ഒരു ഹരിത കർമ്മസേന വരാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പൊ അവര് നമ്മൾ പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് നമ്മൾ വെക്കുമ്പോൾ അത് അവര് കൃത്യമായിട്ട് എടുത്തുകൊണ്ട് പോകും. അതെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്കറിയില്ല അല്ലെ. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. അവിടുന്ന് അവര് കൊണ്ടുപോയി ആ സ്ഥലത്ത് വയ്ക്കുന്നുണ്ട്, പക്ഷെ അവിടെ കെട്ടിക്കിടക്കുന്നേ ഉള്ളു, അവിടെ നിന്ന് ഇതുവരെയ്ക്ക് കൊണ്ടുപോകും. അത് ശരിയാണ്, അവര് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് വെക്കും, അവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കും. ചിലത് ഞങ്ങളുടെയൊക്കെ വീടിന്റെ അടുത്ത് ഒരു വീട്ടിലാണ്, അവരുടെ വീട്ടിലെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോ എപ്പോഴും അവരിങ്ങനെ കംപ്ലൈന്റ് പറയാണ്, ഇവര് കൊണ്ടുപോകുന്നില്ല, വണ്ടി വന്ന് എടുത്തോട്ട് പോകുന്നില്ല, എന്റെ വീട്ടിൽ ഇങ്ങനെ വെച്ചേക്കുവാണ്. ഹസ്ബൻഡ് വഴക്ക് പറയുന്നു, കാരണം വേസ്റ്റും കാര്യങ്ങളും അല്ല ഈ കവറുകൾ കാര്യം പ്ലാസ്റ്റിക് കാര്യം, നമുക്ക് തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് അല്ലേ അത് കാണുമ്പോൾ തന്നെ ഉണ്ടാവുക, അത്രയും കാര്യങ്ങള്.
പിന്നെ ഇത് മറ്റേ പ്ലാസ്റ്റിക് മാത്രം അവര് മറിച്ച് വെക്കും. ഈ എടുക്കാൻ വരുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി ബോട്ടിൽസ് ഒക്കെ അവര് മറിച്ച് ആക്രി കടയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആക്രിക്കാർ വന്ന് നമ്മളെ വീട്ടിൽ നിന്ന് സാധനം എടുക്കാൻ നേരത്തെ അവര് തന്നെ പറയാ ഇവര് ഭീഷണിപ്പെടുത്താണെന്ന്. കാരണം ഇത് കണക്ക് കുപ്പികൾ നിങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളത് പരാതി കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അവരത് അവരുടെ അവരായിട്ട് വിറ്റ് പൈസ എടുക്കും ആക്രി കടയിൽ കൊണ്ടുപോയി. അങ്ങനെയാണല്ലേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോ നമ്മുടെ കയ്യിൽ അധികം അങ്ങനെ കാണാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് വൃത്തിയൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മള് ദുബായ് പോലുള്ള നഗരങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് ഉണ്ടാവുക? പോയിട്ടുള്ളവരുണ്ടാവും ചിലപ്പോ ഇതിനകത്ത്, അല്ലെങ്കിൽ ടിവിയിലോ യൂട്യൂബിലോ ഒക്കെ കണ്ടിട്ടുള്ളവരുണ്ടാകാം. ആ ഒരു ദുബായ് സിറ്റി കണ്ടിട്ടില്ലേ നിങ്ങള്? എന്താ പ്രത്യേകത? അവിടെയൊക്കെ വൃത്തി, ഭയങ്കര വൃത്തിയാണ്. അവിടെ ഒരു എന്താ പറയുന്നത്, ഒന്നും കാണാനില്ല റോഡിലും. ഒരു മലിനമായ ഒരു വസ്തു, ഒരു ആൾക്കാര് തുപ്പത്തില്ല. അവിടെ ഉള്ളവര് പൊതുവായി തുപ്പില്ലല്ലോ. അവര് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ, അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ. അവർക്ക് അങ്ങനെ ചുമയോ തുമ്മലോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അവര് ടിഷ്യൂ പേപ്പർ എടുക്കും. ടിഷ്യൂ പേപ്പറിലേക്ക് അത് തുപ്പി ആ ഒരു ഇതെടുത്തിട്ടാണ് അവർ വേസ്റ്റ് ബക്കറ്റിൽ ഇടുന്നത്. അല്ലാതെ വഴിയിലൊന്നും തുപ്പത്തൊന്നുമില്ല അവര്. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം അങ്ങനെയാണ്. അതെ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ദുബായ് പോലുള്ള സിറ്റിയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കണ്ടു കഴിയുമ്പോൾ വളരെ ക്ലീൻ ആയിട്ട് എവിടെയും ഒന്നും നമുക്ക് ഒരു കംപ്ലൈന്റ് പോലും പറയാനാവാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഫൈൻ ഇട്ടതുകൊണ്ട് പിന്നെ അവിടെ എല്ലാം നല്ല ക്ലീൻ ആണ്. അപ്പൊ ബാംഗ്ലൂരെല്ലാം സിറ്റിയിലെല്ലാം പോയാൽ എങ്ങനെയെങ്കിലും നമ്മളെ നാട്ടിലെത്താൻ വേണ്ടിട്ട് ശ്രമിക്കുക. നമ്മള് കുളിച്ച് ഫ്രഷായി റൂമിൽ നിന്ന് പുറത്തേക്കെല്ലാം വന്നാല് ഫുൾ റോഡ് മൊത്തം ബാഡ് സ്മെല്ലും, ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റൂല. ബാംഗ്ലൂർ സിറ്റി അങ്ങനത്തെ എല്ലാം കണക്ക് ദുബായിലെല്ലാം മൊത്തം ക്ലീൻ കാര്യങ്ങളെല്ലാം. അത്രയും നല്ല ഭംഗിയായിട്ടാണ് ദുബായ് നഗരം പണികഴിപ്പിച്ചിരിക്കുന്നത്. അത്രയും നല്ല ഭംഗിയായിട്ട് ഒരു ഷെയ്ഖ് ഉണ്ട് കേട്ടോ, അദ്ദേഹത്തിന്റെ സൂപ്പർവിഷനിലാണ് ദുബായ് പട്ടണം അല്ലെങ്കിൽ സിറ്റി, അവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കുറച്ചു നാളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു എഞ്ചിനീയറിംഗ് കരവിരുതാണ് ആ സിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ സ്പോട്ടിൽ പോലീസ് വന്ന് ഫൈൻ അടപ്പിക്കും അല്ലെ. ആ ഒരു പ്രത്യേകതയും കൂടി അവിടെയുണ്ട്. നമ്മളിവിടെ സിബ്ര ലൈനിലൂടെ നമ്മള് ചിലപ്പോ സിബ്ര ലൈൻ കാണുവാണെങ്കിൽ നമ്മൾ ചിലപ്പോ ക്രോസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ക്രോസ് ചെയ്യാറാണുള്ളത് അല്ലെ. പക്ഷെ ആ ഒരു ദുബായ്, അബുദാബി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ സീബ്ര ലൈനിൽ കൂടി ക്രോസ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാല്, അതല്ലെങ്കിൽ അവര് വന്ന് ഫൈൻ ഈടാക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബസ്സിലൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു കാർഡ് കൊടുക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മുടെ ഈ റീചാർജ് കാർഡുകളൊക്കെ ഇല്ലേ, അതുപോലെ ഒരു കാർഡ് കൊടുക്കും. ഇപ്പൊ ഒരു 100 രൂപയാണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നതെങ്കിൽ, 100 രൂപയുടെ കാർഡാണ്. 100 രൂപയ്ക്കാണ് നമ്മള് എന്താ പറയാ സഞ്ചരിക്കുന്നതെന്ന് വിചാരിക്കുക, ട്രാവൽ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ 100 രൂപയുടെ കാർഡായിരിക്കും കൊടുക്കുക. അപ്പൊ 100 രൂപ എവിടെയാണോ തീരുന്നത് അവിടെ നമ്മൾ ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ അപ്പൊ തന്നെ ആ ബസ്സിനുള്ളിൽ പോലീസ് വന്നിട്ട് പിടിച്ചുകൊണ്ട് പോവാണ്. 25,000 രൂപ എന്ന ഫൈനാണ്. അത്രയും ഒബ്സർവേഷൻ ആണ് അവിടുത്തെ ആ ഒരു എന്താ പറയാ മിനിസ്ട്രിക്ക് ഉള്ളത്. അത്രയും കരുതലും കാര്യങ്ങളും, അത്രയും കാര്യങ്ങളിൽ ഒരു സ്ട്രിക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ആ ഒരു സിറ്റി അല്ലെങ്കിൽ ആ ഒരു രാജ്യങ്ങള് നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വൃത്തിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്താ പറയാ നല്ല രീതിയിൽ ഒരു വീട് പോലെ തന്നെ എല്ലാ സ്ഥലവും ക്ലീൻ ആയിട്ട് വളരെ നല്ല രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത്. അതിനു വേണ്ടിയിട്ട് സ്റ്റാഫുകൾ അപ്പോയിന്റ് ചെയ്യുന്നു. അവരുടെ ഇതിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കൺട്രീസ് ഒക്കെ അവർക്ക് ചിലപ്പോൾ പണം ഉണ്ടായിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോൾ പണമൊക്കെ കടം മേടിച്ചിട്ടായിരിക്കാം ചെയ്യുന്നത്. പക്ഷെ അവര് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ട്. കാരണം ഇത്രയധികം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വിദേശികൾ, അതായത് മറ്റു പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ആകർഷിക്കുകയും അത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറുകയും അവർക്ക് വരുമാനം കൂടുതൽ കിട്ടാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ പല അതോറിറ്റികളും എഫേർട്ട് എടുത്ത് കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പോ ഹൈജീനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ചൈൽഡിന് പ്രോപ്പർ ആയിട്ട് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കണം. ഓക്കെ, അതായത് നമുക്കറിയാലോ, അതായത് ടോയ്ലറ്റിൽ പോയി ശേഷം ശരിയായിട്ട് കൈകാലുകൾ എന്താ പറയുക വൃത്തിയായിട്ട് കഴുകാനായിട്ട് കുട്ടികളോട് പറയണം. അതുപോലെ തന്നെ അവരുടെ കണ്ണ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, കണ്ണിന്റെ പ്രത്യേകത എന്താണ്, അത് എത്രത്തോളം നമ്മളെ ജീവിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്, അപ്പൊ കണ്ണ് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, ആ ഒരു കാര്യങ്ങള് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നോസ്, മൂക്ക്, പിന്നെ അതുപോലെ വായ, മൗത്ത്, പിന്നെ ടീത്ത്, പല്ല്, പിന്നെ ഹെയർ, നമ്മുടെ മുടി എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, സ്കിൻ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, നഖങ്ങള്, നെയിൽസ് എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, നെയില് വളർന്നു കഴിയുമ്പോൾ കൃത്യമായിട്ട് അത് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ ജെനിറ്റൽ ഏരിയാസിൽ, അതായത് അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവരുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ എന്താണ് കൃത്യമായിട്ട് ആ ഭാഗങ്ങളിലൊക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തിരിക്കുന്നത് കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം നമ്മളൊന്ന് കാണിച്ചു കൊടുത്താൽ മതി, പിന്നെ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് അവര് യൂസ്ഡ് ആയിക്കൊള്ളു അല്ലെ. അപ്പൊ നമുക്കറിയാം, അതായത് പ്രത്യേകിച്ച് അതായത് നമ്മൾ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ കാണില്ല അല്ലെ, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുവാണെങ്കിൽ, ആ ത്തിലുള്ള പാർട്സിലൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ശ്രദ്ധയിൽപ്പെടില്ല. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടാവുമ്പോഴാണ് കുട്ടികൾ പറയുക ആ ഭാഗത്ത് പെയിൻ ഉണ്ട്, വേദനയുണ്ട്, നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ പറയുന്നതിന് മുമ്പായിട്ട് ആ ഒരു കാര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരോട് കൃത്യമായിട്ട് പറയുക. അതായത് ടോയ്ലറ്റ് യൂസേജിനൊക്കെ ശേഷം നമ്മുടെ ജെനിറ്റൽ ഏരിയാസ് ഒക്കെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, നല്ല രീതിയിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറയാം. അതുപോലെ തന്നെ ഈ ഒരു ടോയ്ലറ്റ് ഉപയോഗത്തിന് ശേഷം കൈകൾ നന്നായിട്ട് കഴുകാനായിട്ട്, അതും സോപ്പ് ഉപയോഗിച്ച് കഴുകാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് അവയർനെസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ, അപ്പൊ എല്ലാ തരത്തിലും കുട്ടികൾക്ക് ഒരു കുട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് അവന്റെ കണ്ണ്, മൂക്ക്, മുടി, സ്കിൻ എന്നൊക്കെ പറയുന്നത്, ടീത്ത് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോന്നിനും ഓരോതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അല്ലെ. നമുക്ക് ഏതെങ്കിലും ഒരു അവയവം ഇല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ എല്ലാ ഓർഗൻസിന്റെയും പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് കുട്ടിക്ക് അവയർനെസ് കൊടുത്തിട്ട് വേണം നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. മിസ്സേ, ഞാൻ എൻ്റെ റിലേഷനിൽ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ വലുതായി അവന് ഇതേപോലെ ടോയ്ലറ്റില് ഇരുന്നിട്ട് ഇങ്ങനെ തൊടയുടെ അടിവശത്ത് ഇങ്ങനെ ഒരു ചൊറിച്ചില് പോലെ വന്നു. എന്നിട്ട് ഇങ്ങനെ അത് ഹോസ്പിറ്റലിൽ പോയപ്പോ അവര് പറഞ്ഞു, ഇങ്ങനെ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ, അപ്പോ അങ്ങനെ ഒന്നില്ലെങ്കിൽ ആ ഇരിക്കുമ്പോ പേപ്പർ, യൂറോപ്യൻ ക്ലോസറ്റ് ആണ്, പേപ്പർ വിരിച്ചിട്ടിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സ്കിന്നിന്റെ ഡോക്ടറെ കണ്ട് അതൊക്കെ മാറി. അതിനുശേഷം അവൻ എപ്പോ ടോയ്ലറ്റിൽ പോയാലും കുളിക്കാണ്ട് അവൻ പുറത്ത് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അവൻ ഉടനടി കുളിച്ചിട്ടാ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അങ്ങനെ അത് ഭയങ്കര ഒരു പ്രശ്നമായി. അതായത് വീട്ടില് നമുക്ക് എപ്പോ വേണമെങ്കിൽ ചെയ്യാലോ, പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് കുളിക്കണം. അത് അവന്റെ ഒരു ഹാബിറ്റായി മാറി. അത് മാറ്റാൻ പറ്റാത്ത ഒരു പ്രശ്നമായി. അങ്ങനെ അവനിപ്പോ പുറം രാജ്യത്തൊക്കെ പോയി പഠിച്ച് ഇതായിപ്പോ പിന്നെ അങ്ങനെ വലുതായപ്പോ അത് അങ്ങോട്ട് മാറി. ചെറുപ്പത്തിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. എവിടെ പോയി അവൻ ടോയ്ലറ്റിൽ പോയാലും അപ്പൊ അവന് കുളിക്കണം. കുളിക്കാണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കുളിച്ചില്ലെങ്കിൽ അവന് ആകെ അറപ്പ് പോലെ, ഒരു ഭക്ഷണവും കഴിക്കില്ല അവൻ. കുളിച്ചാലേ അവൻ പിന്നെ എന്തെങ്കിലും ഒരു വെള്ളം പോലും അവൻ കുടിക്കുള്ളൂ. ഇപ്പൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് അത് പറയും അവൻ. അപ്പൊ അവന്റെ മോനുണ്ട്, മോനും അതേ ഏകദേശ രൂപത്തിലാ വരണേന്നൊക്കെ പറയും അവൻ. അങ്ങനൊരു ഇങ്ങനെ അടിവശത്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴേ ഡോക്ടറെ കണ്ട് കുറെ ചികിത്സിച്ചിട്ട് അത് മാറിയത്. അപ്പൊ അവനതൊരു പേടിയായിട്ട് എന്നിട്ട് പിന്നെ അങ്ങനെ അത് മാറി. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ഓക്കെ ഉണ്ട്. അത് ആ പേടി തട്ടിയിട്ടാണ് കേട്ടോ. അതായത് അത് ഉണ്ടായല്ലോ, അപ്പൊ കുട്ടിയുടെ ഒരു ധാരണയാണ് അത് എന്താ പറയുന്നത്, ക്ലീൻ ചെയ്ത് കളയണം, അല്ലെങ്കിൽ കുളിച്ചാൽ മാത്രമാണ് അത് പോവുക, അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്നാണ് ആ കുട്ടിയുടെ ഇതിൽ അങ്ങനെ വന്നത്.
ഇപ്പൊ എന്തായാലും ഓക്കെ ആയാലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല മാം. അപ്പൊ നമ്മള് പ്രത്യേകിച്ച് നമ്മളിപ്പോ ഈ അടിവസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് ഹോട്ട് വാട്ടർ ഉപയോഗിച്ച് കഴുകാനൊക്കെ ശ്രദ്ധിക്കുക. ചൂടുവെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകാം. പെൺകുട്ടികളാണെങ്കിൽ പീരീഡ്സ് ആവുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കറിയാം എത്രത്തോളം അണുക്കളാണ് അതിലേക്ക് പുറന്തള്ളുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഹോട്ട് വാട്ടർ ഉപയോഗിച്ചിട്ട് ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഡെറ്റോൾ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ അധികം ഇറുകിയ വസ്ത്രങ്ങൾ, ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കാനായിട്ട് കൊടുക്കരുത്. കുട്ടികളാണെങ്കിൽ കൂടിയും മുതിർന്നവരാണെങ്കിൽ കൂടിയും പ്രത്യേകം ശ്രദ്ധിക്കുക. ചൊറിച്ചിലും പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അധികം നമ്മൾ ടൈറ്റ് ആയിട്ട്, നമുക്കറിയാലേ നമ്മൾ എന്തെങ്കിലും അപ്പോ ടൈറ്റ് ആയിട്ട് ഒരു ഡ്രസ്സ് നമ്മൾ ഇടുവാണെങ്കിൽ ആ ഭാഗത്ത് ഭയങ്കരമായിട്ട് പാടും അതുപോലെ തന്നെ വേദനയും അനുഭവപ്പെടാറുണ്ടോ? പ്രത്യേകിച്ച് ഈ സാരി ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അണ്ടർസ്കർട്ട് ഇടില്ലേ. അപ്പോ നമുക്കറിയാം നമ്മൾ ഭയങ്കര ടൈറ്റിലായിരിക്കും അത് കെട്ടി വെക്കുന്നത് അല്ലെ. അപ്പൊ കുറച്ചു കഴിഞ്ഞ് നമ്മള് അത് സാരി അഴിക്കുന്ന സമയത്താണെങ്കിൽ ആ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് പാട് കാണാൻ പറ്റും അല്ലെ. നോക്കുമ്പോഴേ നമുക്ക് അങ്ങനെയുള്ള ഒരു രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ കുട്ടികൾക്കാണെങ്കിലും ഇത്തരത്തിലുള്ള ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അയഞ്ഞ വസ്ത്രങ്ങള് കൂടുതലായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ആ ഒരു ഇതനുസരിച്ച് കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. റോൾ ഓഫ് ഇമോഷൻസ് കേട്ടോ. റോൾ ഓഫ് ഇമോഷൻസ് അത് നിങ്ങൾ റീഡ് ചെയ്യുമെന്ന്. വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ശാലിനി എന്താ മനസ്സിലായത് വായിച്ചപ്പോ? ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന പറയുമ്പോൾ നമ്മുടെ ഈ കുട്ടികളുടെ ഇമോഷൻസ് കൂടുതൽ പങ്കു കൊടുക്കുന്നത് പാരൻസ്, സിബിലിങ്സ്, ടീച്ചേഴ്സ്, പിന്നെ ഫ്രണ്ട്സ്, ഇവരാണ് ഒരു കുട്ടിയുടെ ഇമോഷൻസിന് കൂടുതൽ പങ്കു കൊടുക്കുന്ന ആൾക്കാർ. അതുകൂടാതെ തന്നെ അവര് സ്കൂളിൽ നിന്ന് വീട്ടിലോട്ടും വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് അവര് ഇടപഴകുന്ന ആ ഒരു ചുറ്റുപാടുള്ള ആ ആൾക്കാരുമായിട്ട് എന്തോന്ന് അവരുടെ ആ ഇമോഷനിൽ കൂടുതൽ പങ്കു കൊടുക്കണം. പിന്നെ അതുകൂടാതെ അവരുടെ ആ ഒരു ഹെൽത്തി ഗ്രോത്തിനും പിന്നെ എന്തോ കറക്റ്റ് പറയാൻ വരുന്നില്ല.
കൂടുതൽ അവർക്ക് അവരുടെ ഇമോഷൻസിന് വാല്യൂസ് കൊടുക്കുക എന്നതാണ് ഫസ്റ്റ്. കൂടുതലും ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. അവരുടെ പേരൻസ് ആവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, സിബിലിങ്സ് ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, ഇവർ ഇത്ര പേരാണ് ഒരു ചിൽഡ്രന്റെ റൂൾ ഓഫ് ഇമോഷൻസിന് കൂടുതൽ പങ്ക് കൊടുക്കേണ്ടത്. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ പറയണെന്ന് പറയുമ്പം ഇവർക്ക് ഈ ഒരു ഇമോഷൻസിൽ ബാഡ് ഇഷ്യൂസും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് കൂടുതൽ സ്നേഹം അങ്ങനത്തെ രീതിയിൽ ഇടപഴകി കഴിഞ്ഞാൽ അവർ കൂടുതൽ നമ്മളെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. അതേസമയം ഷെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ വികാരങ്ങളുടെ ഇതിൽ അവർ കൂടുതൽ ഇമോഷൻ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിലൊന്നും അവര് കൂടുതൽ ഇൻട്രസ്റ്റ് പുലർത്തത്തില്ല. അപ്പൊ അത് വെച്ച് ഔട്ട് സൈഡിൽ നിന്ന് ആൾക്കാരെ അവരെ കളിയാക്കാൻ കൂടുതൽ സാധ്യത ഉണ്ടാകും. അത് ചിലപ്പോൾ അവർക്ക് മെന്റലി ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യത കാണാം. അങ്ങനെ നെഗറ്റീവ് പരമായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് സെക്കൻഡ് പാരഗ്രാഫിൽ മനസ്സിലാക്കിയത്. ഇനി ആരെ പറയുന്നേ? വായിച്ചിട്ട് എന്ത് മനസ്സിലായി? ദീപ വായിച്ചോ? വായിച്ചു. എന്താ മനസ്സിലായത് വായിച്ചപ്പോ? എനിക്കും പിന്നെ നമ്മുടെ കുട്ടികളുടെ കൂടെ ഉള്ളവരെ, മാതാപിതാക്കളും സഹോദരങ്ങളും അധ്യാപകര് എല്ലാവരും കുട്ടിയുടെ ആ ഒരു ബന്ധത്തില് ആ ഒരു വൈകാരികപരമായിട്ട് എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ സ്കൂളിലും വീട്ടിലും ഉള്ള സാഹചര്യങ്ങളിലും അത് എന്താ പറയുന്നത്, സ്കൂളിലാണെങ്കിൽ ഒരു അധ്യാപകൻ തന്റെ മുമ്പിലിരിക്കുന്ന ഒരു കുട്ടിയുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം അറിയേണ്ടത് ഒരു അധ്യാപകന്റെ നല്ല ഒരു അധ്യാപകനുള്ള ഒരു കഴിവ് തന്നെയാണ്. ആ കുട്ടിക്ക് എന്താണ് ബുദ്ധിമുട്ട്, ചിലപ്പോൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാണും, പ്രയാസങ്ങൾ. അതുപോലെ തന്നെ വീട്ടിലെ അമ്മയും അച്ഛനും ആണെങ്കിലും ആ കുട്ടിയുടെ മനസ്സ് ഓരോ പ്രായത്തിലും, ഇപ്പം കൊച്ചു കുട്ടികൾക്ക് വിഷമങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, കൊച്ചു കുട്ടിയല്ലേ, ചിലർ പറയും കൊച്ചു കുട്ടിയായിട്ട് ശരീരവേദന പോലും കുഞ്ഞുങ്ങൾ പറയും കൊച്ചു കുട്ടിക്ക് നിനക്ക് എന്താ പ്രശ്നം. അങ്ങനെ മാനസികമായിട്ട് ശാരീരികമായിട്ടും അവരെയും നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. വലിയ കുട്ടികൾക്കുള്ളത് പോലെ തന്നെ ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് അങ്ങനെ ഒരു മാനസിക ബുദ്ധിമുട്ടും ശാരീരിക ബുദ്ധിമുട്ടും ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി അവരെ എന്താണെന്നുള്ളതും അവരുടെ ആ വികാരങ്ങളെല്ലാം ക്ലാസ്സിൽ അവരുടെ പഠനത്തിന്റെ സാഹചര്യങ്ങൾ ഒരുക്കി അവരെ അതിൽ നിന്നെല്ലാം സുഗമമായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുപോകാന് സ്കൂളിലാണെങ്കിൽ അധ്യാപകർക്കും വീട്ടിലാണെങ്കിലും ആ പാരൻസിനും ഉണ്ടാവണം അങ്ങനെ ഒരു കാര്യങ്ങള്. എന്തോ പറയുന്ന ആ ഒരു മനസ്സിലാക്കല് ഉണ്ടാവണം. അവരുടെ ആ വികാരങ്ങളെയൊക്കെ മനസ്സിലാക്കി അവരുടെ പഠനത്തിനുള്ള വികാസവും പിന്നെ എന്തുവാ അല്ലാത്ത ഓരോ ആക്ടിവിറ്റീസിലും എല്ലാം കുട്ടികളെ മറ്റുള്ളവരോടൊപ്പം തന്നെ ഉയർത്തിക്കൊണ്ട് വരാന്, എത്ര പുറകോട്ട് നിൽക്കുന്ന കുട്ടികളെ ഉയർത്തിക്കൊണ്ട് വരാന് ആ ഒരു അധ്യാപകർക്കും പാരൻസിനും കഴിയണം. പിന്നെ എന്താ പറയുന്ന ചിൽഡ്രൻ ഓഫ് ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികൾക്ക് ഇപ്പം എന്തുവാ അവിടെ എനിക്ക് ചിൽഡ്രൻ ഡിഫറെന്റ് ഗ്രൂപ്പ് സം ഇമോഷണൽസ് വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികള് ഒരേ വികാരങ്ങൾ ചിലപ്പം പ്രകടിപ്പിക്കും. പ്രായമാകുമ്പോഴുള്ള ആ ഒരു വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ മറഞ്ഞിരിക്കും. ചിലപ്പോൾ ദേഷ്യം വരും. ചില കൗമാരത്തിലേക്കൊക്കെ പ്രായത്തിന്റെ ഒരു വ്യത്യാസം അനുസരിച്ച് കുട്ടികളുടെ പ്രതികരണ ശേഷിയും ഒരു ദേഷ്യവും ഒക്കെ അവർ ഓരോ പ്രായത്തിലും അത് പ്രകടിപ്പിക്കും. ഇച്ചിരി പ്രായമാകുന്ന കുട്ടികളായാലും അവരുടെ ഒരു പ്രകടം ചിലപ്പോൾ അത് ദേഷ്യമായിട്ടാകാൻ വരുന്നത്. അവരുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ കൊണ്ടായിരിക്കാം അവര് നമ്മളോട് തിരിച്ച് ദേഷ്യപ്പെടുന്നതും. അപ്പൊ നമ്മളത് കുട്ടികൾ ദേഷ്യപ്പെടുവാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവരെ അടിച്ചമർത്താനോ അങ്ങനെയൊന്നും പോവരുത്. അവര് ദേഷ്യപ്പെടുന്ന സമയത്ത് അവരുടെ ആ ഒരു വികാരങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അവരെ നമ്മുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ അങ്ങനെ വിട്ടുകളഞ്ഞാല് അധ്യാപകരല്ല കൂടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്നായാലും അവർക്ക് കളിയാക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ ഒറ്റപ്പെടുത്തരുത്. ഒരിക്കലും ഒറ്റപ്പെടുത്തുമ്പോൾ അവരെ വീണ്ടും മറ്റുള്ളവർ ഒറ്റപ്പെടുത്തും. അപ്പൊ ഒറ്റപ്പെടുത്താതെ അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിഞ്ഞ് അവരെ നമ്മുടെ കൂടെ നിർത്തി കെയർ ചെയ്ത് അവരെ ആ ഒരു അത്തരം സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന് അവരെ ഒരു നല്ല കുട്ടിയായിട്ട് സമൂഹത്തിനും നമ്മുടെ ഭാവിയിലേക്കും ഒരു കുട്ടിയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകന്റെ
പേരൻസിന്റെ എല്ലാം കടമ. അത് പേരൻസും അത് ഭയങ്കരമായിട്ട് ആ ഒരു സമൂഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അധ്യാപകരും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. മൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു മാം. സൈൻ ഔട്ട് പറയണ്ടേ? സൈൻ ഔട്ട് പറഞ്ഞോളൂ കേട്ടോ. വിഷ്മി. On behalf of all of us, I would like to thank Ashwati for teaching me today's class. May God bless her all of for teaching us new things every day and for helping us understand them. Thank you, teacher. Thank you. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു. Thank you.